ലൈംഗിക പീഡന ആരോപണത്തിൽ നടൻ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു. നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയാണ്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്ഡേറ്റ്സുമായി ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കേൻ. ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അത് കുറച്ച് നാളുകളായി അത് ഒരു മാറ്റമില്ലാതെ തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. താരങ്ങൾ ജാമ്യത്തിനായി കോടതിയിലേക്ക് ഓടുന്നു. ആ കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് പ്രതിരോധത്തിൻ്റെ സീനുകളാണ്. അതായത് നിവിൻ പോളി ഈ ആരോപണം ഉയർന്ന അന്ന് തന്നെ ഇത് വ്യാജ പരാതിയാണെന്നും ഗൂഢാലോചനയുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നിതാ അദ്ദേഹം തൻ്റെ ഭാഗം കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട്, തൻ്റെ ഭാഗം കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി അയച്ചിരിക്കുകയാണ്. പ്രാഥമിക പരാതിയാണ് ഇപ്പോൾ നൽകിയത്. FIR വിശദാംശങ്ങൾ കൂടി കിട്ടിയ ശേഷം തൻ്റെ കയ്യിലുള്ള തെളിവുകൾ സഹിതം ഇതിൽ പരാതിയുമായി സമീപിക്കും പോലീസിനെ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഒരു പരാതി വന്നാൽ ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതും അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടി വരും. നിവിൻ പോളി കുറച്ച് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയും അതോടൊപ്പം പെൺകുട്ടിയുടെ ഭർത്താവും ഹണി ട്രാപ്പ് സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് പരാതിയിൽ. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇതിലെ നെല്ലും പതിരും തിരിയുമോ, അതോ ഈ ആരോപണം നിലനിൽക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകണം. നിവിൻ പോളിയുടെ ഭാഗം കൂടി കേൾക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, ശ്രീകാന്ത്.